ഈ റിസൾട്ട് വരാനുള്ള ഒരു 1 month നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം നമ്മൾ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറ്റിയ സബ്ജക്ട് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനും പറ്റും. മാത്രമല്ല റിസൾട്ട് വന്നാൽ ഏത് ഡിഗ്രി എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഒഴിവായിട്ടുണ്ട്. ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ നമ്മൾ ഓരോ കോഴ്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സ് എന്താണ് ഏതാണെന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെ പഠിക്കേണ്ട, അതിന് മീൻ എന്തൊക്കെയാണ്, അതിന്റെ സിലബസ് എന്തൊക്കെയാണ്, അതിന് എന്തൊക്കെയാണ് നമുക്ക് ഏതൊക്കെ പേപ്പേഴ്സ് ആയിരിക്കും, എത്രയൊക്കെ ആയിരിക്കും നമ്മളെ കൂടെ പറ്റുമെന്നുള്ള ഏകദേശം ഒരു ബേസ് നമ്മൾ അതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ സബ്ജക്ട്സുകൾ നമ്മൾ എടുക്കുന്ന ഓരോ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റ് സബ്ജക്ട്സുകളൊക്കെ അല്ലെങ്കിൽ ഓരോ കോഴ്സുകളൊക്കെ നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. സോ ഇത് നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകരിച്ചതാണോ അല്ലെങ്കിൽ നമുക്ക് PSC അംഗീകരിക്കുന്നതൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക. സോ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, അപ്പോൾ വാല്യൂ ഇല്ലാത്ത ഏത് യൂണിവേഴ്സിറ്റി എടുത്തിട്ട് കാര്യമില്ല, നമ്മൾ എടുക്കുന്നത് വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റി ഏതാണെന്ന് മനസ്സിലാക്കണം. അത് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞുതരും. ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാവിധ അംഗീകാരം, അക്രഡിറ്റേഷൻ, NBA അക്രഡിറ്റേഷൻ ഒക്കെ ഉള്ള നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന മേഖലയാണോ. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് നേരിട്ട് പോയിട്ട് കോഴ്സ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിന് കൺഫ്യൂഷന്റെ ആവശ്യമില്ല.